നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1104th day. Today 8th sloka of Prathama Skandam 15th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1104 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 15ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 15ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. യസ്സന്നിധാവമുപ. ഓം ശ്രീകൃഷ്ണായ നമ. യസ്സന്നിധാവഹമു ഗാണ്ഡവമഗ്നയേദ ഇന്ദ്രം ച. ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. യസ്സന്നിധാവഹമു ഗാണ്ഡവമഗ്നയേദ ഇന്ദ്രം ച സാമരഗണം തരസാ വിജിത്യ ലബ്ധ്വാ സഭാമയകൃതാത്ഭുതശില്പമായ ദിഗ്ഭ്യോ ഹരൻ നൃപതയോ ബലിമധ്വരേതേ. ഓം തത്സത്. യസ്സന്നിധാവഹമു ഗാണ്ഡവമഗ്നയേധ ഇന്ദ്രം ച സാമരഗണം തരസാ വിജിത്യ ലബ്ധ്വാ സഭാമയകൃതാത്ഭുതശില്പമായ ദിഗ്ഭ്യോ ഹരൻ നൃപതയോ ബലിമധ്വരേതേ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് യത്സന്നിധൗ അഹം ഉ ഗാണ്ഡവ അഗ്നയേ ഇന്ദ്രം ച സ അമരഗണം തരസാ വിജിത്യ ലബ്ധ്വാ സഭാ മയകൃതം അത്ഭുതം ശില്പമായ ദിഗ്ഭ്യ ഹര നൃപതയ അഹരൻ ദിഗ്ഭ്യ അഹരൻ നൃപതയോ ബലി മധ്വരേതേ. ബലിം അധ്വരേതേ. അതായത് ഊ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം. ഊ ആശ്ചര്യം. യശ്ചാനിധോ യാതൊരുവൻ്റെ സന്നിധിയിൽ അഹം ഞാൻ സാമരഗണം സ അമരഗണം അമരഗണത്തോടു കൂടിയ ഇന്ദ്രം ച ഇന്ദ്രനെയും തരസ ബലത്താൽ വിജിത്യ ജയിച്ചിട്ട് ഗാണ്ഡവത്തെ അഗ്നയെ അഗ്നിക്കായിക്കൊണ്ട് ദാനം ചെയ്തു. ഗാണ്ഡവം അഗ്നയെ അധാം. ഇങ്ങനെയാണ് ആ പദം. ഗാണ്ഡവം അഗ്നയേത എന്നുള്ളത് ഗാണ്ഡവം അഗ്നയെ അധാം അത്ഭുത ശില്പമായ ആശ്ചര്യമായ ശില്പങ്ങളോട് പണിയോടും മായയോടും കൂടിയ മയാകൃത മയനാൽ ഉണ്ടാക്കപ്പെട്ട സഭ ലഭിക്കപ്പെട്ടു. തേ അങ്ങയുടെ അധ്വരെ യാഗത്തിൽ നൃപതയ രാജാക്കന്മാർ ദിഗ്ഭ്യ ദിക്കുകളിൽ നിന്ന് ബലിം കപ്പത്തെ അഹരൻ കൊണ്ടുവന്നു. അതായത് അർജുനൻ തൻ്റെ മിത്രവും തൻ്റെ എല്ലാമായ ശ്രീകൃഷ്ണൻ തനക്ക് ചെയ്തു തന്ന എല്ലാ കാര്യങ്ങളെയും ഓർത്ത് കരയുകയാണ്. ഇപ്പോൾ പറയുകയാണ്, ആരുടെ സാന്നിധ്യത്താൽ മാത്രം ഞാൻ ഗാണ്ഡവവനത്തെ അഗ്നിക്കായി കൊടുത്തുവോ. ഗാണ്ഡവവനം ഇന്ദ്രൻ്റേതായിരുന്നു. ഇന്ദ്രൻ യുദ്ധം ചെയ്യാൻ വന്ന് തൻ്റെ സ്വന്തം അച്ഛനായ ഇന്ദ്രനെ പോലും ജയിച്ച് ആ ഗാണ്ഡവവനത്തെ അഗ്നിക്ക് കൊടുത്ത് അതിൽ നിന്നും മയനെ രക്ഷിച്ച് ആ മയൻ തനിക്ക് ഒരു അത്ഭുതമായ സഭ ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ചു തന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ അത്ഭുതമായൊരു സഭയെ നിർമ്മിച്ചു തന്നു.
അങ്ങനെയുള്ള അവിടുന്ന് ആരുടെ സഹായത്താൽ ഞാൻ എല്ലാ ദിക്കുകളിൽ നിന്നും കപ്പത്തെ മറ്റുള്ള രാജാക്കന്മാരെ തോൽപ്പിച്ച് കപ്പത്തെ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെയുള്ള അവിടുന്ന് എന്നെ വിട്ടുപോയല്ലോ. ഇതെങ്ങനെ സാധിക്കും? ഇതെങ്ങനെ ഞാൻ സഹിക്കും? എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുനൻ വിഷമിക്കുകയാണ്. ഈ പറയുന്നത് ധർമ്മപുത്രരോടാണ് അർജുനൻ പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്നത്. തൻ്റെ വിഷാദത്തിന് കാരണം എന്താണ് എന്ന് പറയുമ്പോൾ കൃഷ്ണൻ തനിക്ക് ചെയ്തു തന്ന കൃഷ്ണൻ്റെ ഓരോരോ അത്ഭുത കീർത്തികളെ കീർത്തിച്ചുകൊണ്ട് താൻ ചെയ്തതെല്ലാം കൃഷ്ണൻ്റെ സാന്നിധ്യത്താൽ മാത്രമായിരുന്നു എന്ന് സ്മരിച്ചുകൊണ്ട് ദുഃഖിക്കുന്നതാണ് 5-10 ശ്ലോകങ്ങളിലായിട്ട് ഇപ്പോൾ നാം പാരായണം ചെയ്യാനുള്ളത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചു. ശ്ലോകം ഒരിക്കൽ കൂടി. ിധാവഹമോ ഗാണ്ഡവമഗ്നയേധ ഇന്ദ്രം ച സാമരഗണം തരസാ വിജിത്യ ലബ്ധ്വാ സഭാമയകൃതാത്ഭുതശില്പമായ ദിവ്യോ ഹരൻ നൃപതയോ ബലിമധ്വരേതേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യസൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നു. ഗീതാരാജ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.